ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചക്കപ്പഴം കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ആദ്യമായി കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്കിനി വീഡിയോ കാണാം. നമ്മൾ പഴുത്ത ചക്കയുടെ ചോളയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അതിനുശേഷം നമ്മളൊന്ന് ഒരു മാവ് കുഴയ്ക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിച്ചതിന് ശേഷം പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് ചെറുതായി ഒന്ന് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് മാവിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴത്തിൻ്റെ പൾപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. മാവ് നന്നായിട്ട് കുഴച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് തേങ്ങ തിരുമ്മിയതാണ്. ഒരു തേങ്ങ നാളികേരം ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. തന്നെ മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ 5-6 ഏലക്ക ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വാഴയില ഒന്ന് വാട്ടിയെടുത്തതാണ് കേട്ടോ. കുഴച്ച് വെച്ച മാവ് നമുക്ക് ചെറിയ ബോൾസായിട്ട് ഇട്ടിട്ട് വാഴയിലൊന്ന് പരത്തിയെടുക്കാം. ഇപ്പം നന്നായിട്ട് വട്ടത്തിന് പരത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കരയും തേങ്ങയുടെ കൂട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. സ്റ്റീമറിൽ വെച്ച് ഒന്ന് സ്റ്റീം കയറ്റി എടുക്കാം. ഇപ്പം നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്. വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.